ഞാനിപ്പോൾ നിൽക്കുന്നത് കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിലെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലാണ്. ഒരു 3 വർഷം മുമ്പാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതൊരു ബഹുനില കെട്ടിടമാണ്. ലിഫ്റ്റ് സ്ഥാപിക്കേണ്ട ഒരു ഭാഗം അത് കോൺക്രീറ്റ് ചെയ്ത് അടച്ചു വച്ചിരിക്കുന്നു. കാരണം ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൽ വലിയ അശാസ്ത്രീയതയുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വശത്ത് വീണ്ടും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വീണ്ടും ലിഫ്റ്റ് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അപ്പം ഈ ഭാഗം ലിഫ്റ്റ് സ്ഥാപിക്കാൻ ഈ കെട്ടിടം നിർമ്മിച്ച ഘട്ടത്തിൽ തന്നെ പ്ലാൻ ചെയ്ത ഭാഗം അത് കോൺക്രീറ്റ് വെച്ചിട്ട് അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഇനി മറ്റ് ഭാഗങ്ങൾ അവിടെ കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. പക്ഷേ കുത്തിപ്പൊളിച്ചപ്പോൾ സംഭവിച്ചത് അവിടെ ഈ കെട്ടിടത്തിൻ്റെ ബീം ആ ഭാഗത്തായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 18 കോടി രൂപ ചെലവഴിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ഈ കെട്ടിടത്തിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ 6 നില കെട്ടിടം ഏതാണ്ട് 16 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത്, അല്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. പക്ഷേ ഈ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഏതാണ്ട് 18 കോടി രൂപയ്ക്ക് 4 നില കെട്ടിടം മാത്രമാണ് പൂർത്തിയായത്. ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടന്നു എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. പല സ്ഥലത്തും ചോർന്ന് ഒലിക്കുന്നുണ്ട്. അങ്ങോട്ടേക്കൊന്നും നമുക്ക് കയറിപ്പോകാൻ കഴിയില്ല. അതൊക്കെ അടച്ചു വച്ചിരിക്കുകയാണ്. ലിഫ്റ്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ ആ ഭാഗത്താണുള്ളത്. അപ്പം ലിഫ്റ്റിന് വേണ്ടി മേടിച്ച ഉപകരണങ്ങളടക്കം ഏതാണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആണ് ഈ തൊടുപുഴ കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡ് എന്ന് തന്നെ പറയേണ്ടി വരും. തൊടുപുഴ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ നിന്ന് ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.